അങ്ങനെ ആ ദിവസം വന്നെത്തി. ഇന്നാണ് നമ്മൾ ഡ്രാഗനെ കൊല്ലാൻ പോണത്. അപ്പോൾ നമ്മളിതിന് മുന്നേ അതിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ഇനി നമുക്ക് ബ്ലേസ് റോഡും എൻഡർപ്ലോഡും എടുക്കാം. ഇനി നമുക്ക് IF എൻഡർ ഉണ്ടാക്കാം. കുറച്ച് ബ്ലേസ് പൗഡറും എൻഡർപ്ലോഡും മതി അതിന്. അതങ്ങനെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് ഒരു 4 നമ്മൾ ക്രാഫ്റ്റ് ചെയ്തേക്കണേ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ചിലത് നമ്മളേക്കൊന്ന് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ നിന്നിട്ട് നോക്കാം. നമ്മളെ അയൺ ഫാമിൻ്റെ ആ ഭാഗത്തേക്കാണ് പോയത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് ഇനി കുറച്ച് പോകണം. നമ്മളൊരു ബോട്ടും കൂടി എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോണ വഴിയിൽ റിവറോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഒരു ബോട്ട് എടുത്തേക്കണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. ആവശ്യത്തിനുള്ള ഫുഡ് ഉണ്ട്, എന്നാലും കുറച്ചധികം ഫുഡ് ഇരുന്നോട്ടെ കയ്യിൽ. വിമാനം കുറച്ച് തീർക്കാം. ഗോൾഡൻ ക്യാരറ്റ് കിട്ടുന്ന വില്ലേജർ നമ്മൾ അൻഫാമിലാക്കി ഇനി വേറെ വില്ലേജറിനെ സെറ്റാക്കിയിട്ട് വേണം. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഭാഗത്തേക്കാണ് IF എൻഡർ വന്ന് വീണത്. അപ്പോൾ ഇനി നേരെ കുറച്ച് പോകണം, എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കുറച്ച് പോകുന്നു. നമ്മൾ ബെഡ് എടുക്കാൻ മറന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് ഷീപ്പിനോടൊന്ന് തീർക്കണം. ബെഡ് നമുക്ക് അത്യാവശ്യമാണ്. അഥവാ നമ്മൾ എൻഡിൽ മരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ സ്പോൺ ആണെങ്കിൽ ബെഡ് വേണം. അപ്പോൾ പെട്ടെന്ന് ഒരു 3 ഷീപ്പിനെ നൽകൊല്ലട്ടെ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി പോകുന്നത് ഞാൻ IF എൻഡർ ഒന്നുകൂടി എറിഞ്ഞ് നോക്കാം. ഇപ്പോഴും ആ ഭാഗത്ത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയതിൻ്റെ ശേഷം ഒന്നുകൂടി നോക്കാം. അങ്ങനെ വീണ്ടും നമ്മൾ കുറച്ചധികം പോകുന്നത്. നൈറ്റായി തുടങ്ങി. അപ്പോൾ നമുക്കൊരു ബെഡ് ക്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഉറങ്ങി വെച്ചിട്ട് ഞാൻ അടുത്ത പണി നോക്കാം. ഇനി ഒന്നുകൂടി IF എൻഡർ എറിഞ്ഞ് നോക്കാം. ഇപ്പോൾ നമ്മൾ ബാക്കൊക്കെയാണ് കാണിക്കുന്നത്. കുറച്ചും കൂടി നമ്മൾ വന്ന വഴിയിലായിരുന്നു. ഒന്നുകൂടി മുന്നോട്ട് പോയി നോക്കാം. ഒന്നും കൂടി നോക്കട്ടെ. ഇപ്പോഴും ഈ ഭാഗത്ത് തന്നെ കാണിക്കണത്. അപ്പോൾ നമ്മൾ കുറച്ചധികം മുന്നോട്ട് പോയി തോന്നുന്നു. ഏകദേശം ഈ ഭാഗത്തൊക്കെ ഇത്തിരി നൈറ്റാവും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചധികം വന്ന് ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ഇപ്പം എന്തായാലും ബാക്കൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ അടുത്തെത്തി. അങ്ങനെ നമ്മൾ സ്ഥലം എത്തി. ഇനി നേരെ താഴത്തേക്ക് കുഴിച്ച് പോയാൽ മതി. അങ്ങനെ നമ്മൾ കുറച്ച് താഴത്തേക്ക് പോകുന്നത്. ഡീപ് സ്ലേറ്റ് എത്തി. ഇനി അധികം പോകേണ്ടി വരില്ല. പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇനി ഇത് പൊട്ടിച്ചുള്ളിൽ കയറിയാൽ മതി. ഇനി നമുക്ക് എൻഡ് പോർട്ടൽ കണ്ടുപിടിക്കണം. ഞാൻ അത് നോക്കട്ടെ. ഈ പെട്ടിയിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് ഉണ്ടോ നോക്കട്ടെ. ഇതിൽ ഒരു ഗോൾഡ് ഉണ്ട്, ഒരു ബ്രെഡ് ഉണ്ട്, വേറെ ഒന്നുമില്ല. നമ്മൾ ടോർച്ച് എടുക്കാനും വിട്ടുപോയി. അപ്പോൾ ഉള്ള കയ്യിലൊരു ടോർച്ചിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ കോളും കാര്യങ്ങളൊന്നുമില്ല. ഈ ഭാഗത്തു നിന്ന് ഒരു ടോർച്ച് എടുക്കാം, എന്നിട്ട് അത് കയ്യിൽ പിടിക്കാം. അപ്പോൾ നമുക്ക് വെട്ടം കിട്ടിക്കോളും. ഇനി പോർട്ടലൊന്ന് തപ്പട്ടെ. അങ്ങനെ അധികം ടൈമൊന്നും എടുക്കേണ്ടി വന്നില്ല. നമുക്ക് പോർട്ടൽ കിട്ടി. ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. നമുക്ക് ഈ സ്പോണറൊന്ന് പൊട്ടിച്ച് മാറ്റാം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റൂല. ഇവന്മാരിവിടെ സ്പോൺ അയക്കണം. ഇല്ല, ഈ ഭാഗത്തൊന്നും കാണാനില്ല. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് ലാവ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം റീസ്പോൺ സെറ്റ് ചെയ്യാം. നമ്മൾ മരിക്കൂല, എന്നാലും അഥവാ മരിച്ചാൽ നമുക്ക് ഇവിടെ സ്പോൺ ആവണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിളും ഒരു ചെസ്റ്റും ഇവിടെ തന്നെ വെക്കാം. ഒരു ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യട്ടെ. നമുക്ക് എല്ലാ സാധനങ്ങളും വെച്ച് എൻ്റെക്ക് പോകണ്ട. നമ്മളെ കയ്യിൽ നിന്ന് ചിലപ്പം പോവും. അതുകൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. നമുക്ക് ഹാൻഡ് വീലും റോക്കറ്റും നമ്മളെ ബുക്കൊക്കെ ഇതിൽ തന്നെ വെക്കാം. എൻ്റർപ്രൈൽ എന്തായാലും കൈക്കരിക്കട്ടെ. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തുക്കണേ. ഇത്രയും സാധനങ്ങൾ നമുക്ക് മതി. ഇനി നമുക്ക് ഈ പോർട്ടലിൽ നിന്ന് ഓപ്പൺ ചെയ്യണം. 12 IF എൻഡർ ഉണ്ടാക്കണം. അതന്നെ സെറ്റായി. നമ്മൾ പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മളെ പോർട്ടൽ ഓപ്പണായി. ഇനിയൊന്നുമില്ല, നേരത്തേക്ക് എടുത്ത് ചാടിയാൽ മതി. അങ്ങനെ നമ്മൾ എൻഡിലെത്തി. ഇനി ഇതിൻ്റെ മേലേക്ക് വലിഞ്ഞ് കയറണം. കുറച്ച് ഡേർട്ട് നമ്മൾ എടുത്തേക്കണേ. എന്താ ഡ്രാഗനോട് പറക്കുന്നുണ്ട്. നമുക്ക് ഇനി ഫൈറ്റ് തുടങ്ങാം. അതിന് മുന്നേ ഞാൻ ഏരിയയിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തേ 2 ബ്ലോക്കിൽ. എന്ന് വെച്ചാൽ എൻഡർമാൻക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. നമ്മൾ അഥവാ വില കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ
നമ്മളെ വേമാർ കൊല്ലാൻ വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ കയറി നിൽക്കാം. വേമാർക്ക് കയറാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ക്രിസ്റ്റലൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റണം. അങ്ങനെ ഫസ്റ്റത്തെ നമുക്ക് കിട്ടി. രണ്ടാമത്തത് കിട്ടി. മൂന്നാമത്തത് കിട്ടിയില്ല. അതും അങ്ങനെ കിട്ടി. നാലാമത്തതും കിട്ടി. അഞ്ചാമത്തതും കിട്ടി. ഇത് കുറച്ച് ഹൈറ്റിലാണ്. അതും കിട്ടി. ഇത് നല്ല ഹൈറ്റിലാണ്. അയ്യോ, ഇതങ്ങനെ കിട്ടണില്ല. ഇത് നേരെ ഹൈറ്റിലായണ്ട തോന്നുന്നു. അതങ്ങനെ കിട്ടണില്ല. മേലേക്ക് കയറേണ്ടി വരും. നമുക്ക് ഈ ഭാഗത്ത് ഒരെണ്ണം കൂടി ഉണ്ട്. അതും കിട്ടണില്ല നമുക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പൊട്ടിക്കാം. ഇവനെന്തിനാ പിന്നെ അടിച്ച്? ഞാൻ ഒന്നും കാട്ടില്ലല്ല. അങ്ങനെ തീർക്കാം. എവിടെ പോയി? വന്ന് എൻട്രപ്പോളും തന്നവന്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് കയറണം. ഇത് താഴെ ഭാഗത്ത് നിന്നിട്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അതന്നെ കിട്ടി. ഇനി ഒന്നും കൂടി ഉണ്ട് കൂട്ടിലുള്ളത്. അതും കൂടി നമുക്ക് എടുക്കണം. അതിന് മുന്നേ ഈ ഭാഗത്ത് വേറെ ഒന്നും കൂടി ഉണ്ട്. അത് നമുക്ക് ഈ ഭാഗത്ത് നിന്നുകൊണ്ട് എടുക്കാൻ പറ്റും. അതങ്ങനെ കിട്ടി. ഇനി ഏറ്റവും മേലുള്ളത് അതും കൂടി, അതും കിട്ടി. ഇനി ഒരെണ്ണം കൂടി ഉള്ളു ബാക്കി. അതും കൂടി നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കാം. എൻട്രപ്ലേൾ എറിഞ്ഞാൽ മതി, അവിടെ എത്തും. പക്ഷെ കറക്റ്റ് തന്നെ എറിയണം. നമുക്ക് എന്തായാലും കറക്റ്റ് തന്നെ നമ്മളിവിടെ എത്തി. ഇനി ഈ ഗേറ്റ് ഒന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം നമുക്കിത് പൊട്ടിക്കാം. മുന്നിലൊരു ബ്ലോക്ക് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് നല്ല ഡാമേജ് എടുക്കും. നമുക്കിത് പൊട്ടിച്ചു കൊടുക്കാം. ഈ ഫെദർ ഫാളിങ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അത്ര ഡാമേജ് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് സുഖമായിട്ട് ഡ്രാഗനുമല്ല, അവന് ഹീലാവൂല. അപ്പോൾ ഇനി അത് നോക്കട്ടെ. ഡ്രാഗൻ താഴത്തേക്ക് വന്നിക്കണേ. നമ്മളെ കയ്യിൽ സോഡ് ഉണ്ടായതുകൊണ്ട് ഡ്രാഗൻ പോയി. നമുക്ക് ബോണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് അവനെ കുറച്ച് ഡാമേജ് കൊടുക്കാം. അങ്ങനെ ഡ്രാഗൻ താഴത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് രണ്ടാമത് സോഡ് ഇട്ട് തന്നെ ഇവനെ തീർക്കാൻ നോക്കാം. നമുക്ക് ഡാമേജ് കിട്ടി. അവന് തലമക്കനെ അല്ല കൊടുക്കാൻ പറ്റുന്നുണ്ട്. പാറി പോയി. അത് കിട്ടിയില്ല. നമുക്ക് കുറച്ചും കൂടി ബോ വെച്ച് തന്നെ ഇങ്ങനെ ഡാമേജ് കൊടുക്കാം. നമ്മളൊരു 10 എണ്ണം വെച്ചാൽ അതിലൊരു 2 എണ്ണയിൽ കൊള്ളുണ്ട്. അപ്പോൾ അവനങ്ങനെ കിട്ടിക്കോളും. ഇനി അവൻ താഴേക്ക് വരുവോളം ഒന്ന് വെയിറ്റ് ചെയ്യണം. അതുവരെ നമുക്ക് ബോ വെച്ചിട്ട് തന്നെ അടിച്ചിടാം. ഇതെന്താ എൻ്റെ കൂടെ ഒരു ജാതക്കുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവരെല്ലാവരും കണ്ടു പോകുന്നത്. ഡ്രാഗൻ എന്തായാലും അടിയേക്ക് വരുന്നുണ്ട്. നമുക്ക് പിന്നെ ഒന്നുകൂടി സോഡിട്ട് അടിച്ചിടാൻ പറ്റുമോ നോക്കട്ടെ. ഇവൻ്റെ തലക്ക് കൊടുക്കണം. കിട്ടി 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 കിട്ടി. എൻട്രപ്രൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. നമുക്ക് അങ്ങനെ ഡാമേജ് ഒന്നും കിട്ടിയില്ല. ഒന്നുകൂടി ബോ വെച്ചിട്ട് ഇവനെ അടിച്ചിടാം. കുറച്ചുകൂടി ഹെൽത്തുള്ളൂ. ഇനി ഡ്രാഗന് കുറച്ചും കൂടി ഹെൽത്തുള്ളൂ. ഒരു 3-4 ഷോട്ടിനുള്ള കൂടി ഉള്ളൂ. അവൻ എന്തായാലും താഴത്തേക്ക് വരുന്നുണ്ട്. ഒന്നും കൂടി കിട്ടി കിട്ടി കിട്ടി. ഡ്രാഗനെ നമ്മൾ അങ്ങനെ ഡിഫീറ്റ് ചെയ്ത്. ഇനി നമുക്ക് കുറച്ചധികം SP കിട്ടും. എന്തായാലും നല്ലതാണ്. പിന്നെ ഒരു പോർട്ടൽ അവിടെ ഓണായി. അപ്പോൾ നമുക്ക് എലൈറ്റർ എടുക്കാൻ പോകണമെങ്കിൽ ഇതാ പോർട്ടൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ SP കളക്ട് ചെയ്യാം. പിന്നെ ഡ്രാഗൻ്റെ എഗ്ഗ് നമ്മളിപ്പോൾ തന്നെ എടുക്കണില്ല. നമ്മൾ അഥവാ പോയി മരിച്ചാൽ അവൻ പോവും. അപ്പോൾ നമുക്ക് ഇനി വരുമ്പോൾ എടുക്കാം. ഇതെന്തായാലും ഇവിടെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ പോർട്ടലിൻ്റെ അടിയിലെത്തി. ഇനി ഒന്ന് പില്ലർ ചെയ്ത് കയറട്ടെ. അങ്ങനെ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ചുകൂടി ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നമ്മളെ റോക്കറ്റും അൺബ്രേക്കിങ്ങും മെൻഡിങ്ങും ഒക്കെ ഒന്ന് എടുത്തുകൊണ്ടിരണം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഈ പോർട്ടൽ വഴി ഒന്ന് ഇറങ്ങണം. നമ്മൾ ബെഡ് വെച്ച സ്ഥലത്താണ് നമ്മൾ സ്പോൺ ആവുക. ഇനി നമുക്ക് ഗെയിം എൻഡൈൻ്റെ സംഭവങ്ങളൊക്കെ എഴുതി കാണിക്കും. അങ്ങനെ വന്ന് മൈൻക്രാഫ്റ്റ് നമ്മൾ
കഴിഞ്ഞതിൻ്റെ അത് ശരിക്കും ഇനിയാണ് മൈൻക്രാഫ്റ്റ് തുടങ്ങാൻ പോണത്. അങ്ങനെ നമ്മൾ ബെഡിൻ്റെ അടുത്ത് സ്പോണായി. നമുക്ക് റോക്കറ്റും നമ്മളെ ബുക്കൊക്കെ എടുക്കണം. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുക്കണേ. ക്രാഫ്റ്റിംഗ് ടേബിളും കൂടി നമുക്ക് എടുക്കാം എന്തെങ്കിലും ആവശ്യത്തിന്. ഇനി നേരെ ഒന്നും കൂടി എൻഡിലേക്ക് പോയി ഇറങ്ങണം. ഇനി നമുക്ക് മേലേക്ക് കയറിയതിൻ്റെ ശേഷം ആ പോർട്ടലിൻ്റെ അടുത്തേക്ക് എത്തണം. പോർട്ടൽ ഈ ഭാഗത്ത് തന്നെയാണ്. നമ്മളെ കയ്യിൽ ബ്ലോക്കില്ല, അപ്പോൾ കുറച്ച് ബ്ലോക്ക് ഇവിടുന്ന് മൈൻ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ബ്ലോക്ക് കിട്ടിയിരിക്കണേ. ഇനി ഒന്ന് ഇത് ഫില്ലർ ചെയ്ത് മേൽക്കെത്തണം. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇനി ഒരു എൻ്റർപ്രൈസ് ഇതിലേക്ക് ഇടുന്നാൽ മതി. അപ്പോൾ നമ്മൾ അപ്പുറത്തെ പോർട്ടലിൽ പോയി കണ്ട് ഇറങ്ങും. ഞങ്ങൾ എത്തി. ഒരു ബ്ലോക്കൊക്കെ അപ്പുറത്ത് കഴിയുന്നതിൽ നേരെ പോയിന്ന്. നമ്മളെ കോർഡിനേറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ചിലപ്പോൾ നമുക്ക് വഴി തെറ്റിയാലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അപ്പുറത്തേക്ക് നമുക്ക് പോവാം. ഈ ഭാഗത്തൊന്നും കാണുന്നില്ല. നമ്മൾ ചങ്ക ഒന്ന് കൂട്ടിയിട്ട് നോക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണണ്ടാണ്. ഇപ്പോൾ 17-ലാണ്, നമ്മൾ 30-ലിട്ടിക്കണ്. ഇനി നോക്കട്ടെ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന്. ഇവിടെ നിന്നിട്ട് നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ലാഗ് എന്തായാലും വരും. ഇവന്മാരൊക്കെ അത് വരുന്നേ. അയ്യോ, ഞാൻ എന്നെ കൊല്ലാൻ വരികയാണ്. ഒരു കാര്യമില്ലാതെ എന്നെ കൊല്ലാൻ ഞാൻ എന്താ കാട്ടിയത്? അവനെ കണ്ടിട്ടാണ്. നമുക്കെന്തായാലും അപ്പുറത്തേക്ക് മെല്ലെ കടക്കാം. ഇവന്മാരൊന്നും നോക്കണ്ട, അവരവിടെ നിന്നോളും. ഈ ഭാഗത്തേക്ക് ഒന്നുകൂടി നോക്കട്ടെ. നമ്മൾ ചങ്ക് കൂട്ടിയോണ്ട് ഒന്ന് ലോഡാവുണ്ടാവും എല്ലാ ഏരിയയും. നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ഭാഗത്ത് ചെറുതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ഇതാ ഏരിയയിൽ അവിടെ ഷിപ്പ്രൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ഷിപ്പുണ്ട്. വെലേറ്റർ എന്തായാലും നമുക്ക് കിട്ടി. അല്ല, അങ്ങനല്ല, ആ ഭാഗത്തേക്ക് എത്തണം എന്നാൽ കിട്ടും. വേറെ ഒന്ന് അപ്പുറത്തെ സൈഡിലും കാണുന്നുണ്ട്. ആ ഭാഗത്ത് പക്ഷേ ഷിപ്പ് കാണാനില്ല. അപ്പോൾ എലൈറ്റർ ഉണ്ടാവില്ല. അപ്പോൾ ഇനി ആ ഭാഗത്തേക്ക് എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇത് ഏകദേശം നല്ല ദൂരെയാണ്. ഞാൻ എൻ്റർപ്രൈസറിനെ കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ബ്ലോക്ക് ഇവിടുന്ന് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് അത് വെച്ച് പില്ലർ ചെയ്ത് പോവാം. അങ്ങനെ നമ്മൾ പില്ലർ വെച്ച് ഏകദേശം വന്ന് നമ്മളതിൽ ബ്ലോക്ക് കഴിഞ്ഞ് ഇനി ഒരു എൻ്റർപ്രൈസറിനെ കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ എത്തി. ഇനി ഇവിടുന്ന് കുറച്ച് ബ്ലോക്ക് പൊട്ടിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഫസ്റ്റ് ടൈമായിട്ട് എലൈറ്റർ എടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ബ്ലോക്ക് പൊട്ടിക്കട്ടെ. അങ്ങനെ നമ്മൾ മേലെ എത്തി. ഇനി ഒരു എൻ്റർപ്രൈസ് ആ ഭാഗത്ത് എറിഞ്ഞാൽ മതി, കിട്ടേണ്ടതാണ്. നല്ലപോലെ എറിയണം. അപ്പോൾ നമ്മൾ ആ കോണിമൊക്കെ എറിയണം, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോവും. നമ്മൾ എത്തി. ഇനി പെട്ടെന്ന് നമുക്ക് എലൈറ്റർ എടുക്കാം. ഇവിടെ പോർഷനൊക്കെ ഉണ്ട്, എന്തായാലും കയ്യിലിരിക്കട്ടെ. ഇനി ഈ ഭാഗത്തൊരു ഷൾക്കർ ഉണ്ടാവും. ഇവനെ നമുക്ക് തീർക്കണം. ഇവനെ പെട്ടെന്ന് തീർത്തതിൻ്റെ ശേഷം നമുക്ക് ഇവൻ ഡ്രോപ്പ് ചെയ്തില്ല. ചെസ്റ്റിൽ 3 ഡയമണ്ട് ഒരു പിക്കാസ് ഉണ്ട്. പിന്നെ ഈ ബൂട്ട് എന്തായാലും നമുക്ക് എടുക്കാം. അയൺ ഇരിക്കട്ടെ, നമ്മൾക്ക് അയൺ ഫാമൊക്കെ ഉണ്ട്, എന്നാലും ഇരിക്കട്ടെ. പിന്നെ നമ്മളെ എലൈട്ര, അങ്ങനെ നമുക്ക് എലൈട്ര കിട്ടി. ഇനി ഇവനെ കൂടി ഒന്ന് തീർക്കാം. പുറത്ത് നിൽക്കുന്ന ആളാണ്. അതെന്തായാലും ഒരു ഷെല്ല് ഡ്രോപ്പ് ചെയ്ത്, അങ്ങനെ 2 ഷെല്ലുണ്ടെങ്കിൽ നമുക്കൊരു ഷൾക്കർ ബോസ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെ എലൈട്ര നമ്മൾ തുളത്തിടാൻ പോവുകയാണ്. അങ്ങനെ നമ്മളിട്ട് നമുക്കിവിടെ പറന്ന് നടക്കാം. അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോകുന്നുള്ള പേടിയൊന്നുമില്ല. എത്ര വേണേലും ഇങ്ങനെ പറന്ന് നടക്കാം. ഇനി നമുക്ക് സുഖമായിട്ട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റും. നമ്മളെ ട്രേഡിങ് ഹാളൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട് അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മെൻഡിങ്ങും അൺബ്രേക്കിങ്ങും ഒന്ന് ചേർക്കട്ടെ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അങ്ങനെ നമുക്ക് ഈ ഡ്രാഗൻ്റെ തലയും കൂടി നമുക്ക് എടുക്കാം. നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. ഇനി നമുക്ക് അൺബ്രേക്കും മെൻഡിങ്ങും ഒന്ന് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ബുക്ക് ആഡ് ചെയ്തിരിക്കണ്, അല്ലെങ്കിൽ എലൈറ്റർ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ ഇവന്മാരെ കുറച്ച് തല്ലിക്കൊല്ലട്ടെ. നമുക്ക് കുറച്ച് സൾക്കർ ഷെല്ലിൻ്റെ ആവശ്യമുണ്ട്, സൾക്കർ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഏരിയ ഒന്ന് ലൂട്ട് ചെയ്യാം. ഈ ഭാഗത്ത് കുറച്ചധികം ഷൾക്കർ ബോക്സ് ഉണ്ടാവും. അപ്പോൾ അവന്മാരൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ മേലെ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങുകയാണ്. അവന്മാർ എന്നെ അടിച്ച് പറപ്പിച്ച്
ഇനി ഒന്ന് താഴത്തേക്ക് ഇറങ്ങട്ടെ. അങ്ങനെ നമ്മൾ താഴത്തെത്തി. ഇനി ഇവനൊന്ന് പെട്ടെന്ന് തീർക്കാം. ഇതിൻ്റെ അകത്ത് 3 ആൾക്കാരുണ്ട്. ഇവന്മാരൊന്ന് തീർക്കട്ടെ. അടുത്ത ആൾ ഡ്രോപ്പ് ചെയ്ത്. ചിലർ മാത്രമേ ഡ്രോപ്പ് ചെയ്യുള്ളൂ. അവനും തന്ന്. നമ്മളെ കയ്യിൽ ലൂട്ടിങ് 3 ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് കിട്ടുമെന്ന് അറിയില്ല. അങ്ങനെ ഈ ഭാഗത്തുള്ളവരൊക്കെ തീർത്ത് 6 കിട്ടി. അപ്പോൾ നമുക്ക് 3 ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ ഏരിയ ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ടെ. ഈ ഭാഗത്തുനിന്ന് എല്ലാവരും കൂടെയും വളഞ്ഞിട്ടടിക്കുകയാണ്. ഇവന്മാരൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടെ. എന്നിട്ട് വേണം ആ ചെസ്റ്റ് ഒന്ന് തുറന്നു നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എൻ്റർ ചെസ്റ്റും കിട്ടി. എന്തായാലും അത്യാവശ്യമായിരുന്നു. നമ്മളെ പിക്കാസിൽ സിൽ ടച്ച് ഉണ്ടായതുകൊണ്ട് നമുക്ക് എടുക്കാനും പറ്റും. ഒന്ന് ഇറങ്ങട്ടെ. ഇനി നമുക്ക് ചെസ്റ്റ് തുറന്നു നോക്കാം. ഇതിലെന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കട്ടെ. ഇതിൽ ഡയമണ്ട്സ് ഉണ്ട്, അതെല്ലാം എടുക്കാം. പിന്നെ കുറച്ച് ഗോൾഡ് ഉണ്ട്, അത് ഇരിക്കട്ടെ കയ്യിൽ. ഇനി എൻ്റർ ചെസ്റ്റിൽ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വെക്കാം. എൻ്റർ ചെസ്റ്റ് വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് പോവില്ല. ഇനി ക്രാഫ്റ്റ് ചെയ്താൽ ഇതിൽ തന്നെയാണ് നമ്മൾ എത്തുക. ഇതിലത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന പോയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാം. ആ ഭാഗത്ത് നിന്ന് കുറച്ച് ലൂട്ട് കിട്ടി. നമ്മൾ പിന്നെ മേലേക്ക് വന്നിക്കണേ. ഈ ഭാഗത്തു നിന്ന് കുറച്ച് ഷൾക്കർ ബോക്സ് ഒപ്പിക്കാം നമുക്ക്. ഈ ഭാഗത്ത് കുറച്ചധികം ആൾക്കാരുണ്ട്. ഒരുത്തൻ താഴത്തേക്ക് വന്ന് ഇവനെ തീർക്കട്ടെ. അവനും ഡ്രോപ്പ് ചെയ്ത്. ഇനി ഞാൻ കുറച്ച് ഒപ്പിക്കട്ടെ. ഈ ഭാഗത്തൊരു പെട്ടി ഇരിക്കുന്നുണ്ട്. ഇതിലെന്താ ഉള്ളത് നോക്കട്ടെ. ഇതിൽ ഒരു സോഡുണ്ട്, അതെന്തായാലും കൈക്കിരിക്കട്ടെ. പിന്നെ ഒരു സ്മിത്തിങ് ടെംപ്ലേറ്റ് ഉണ്ട്. ഇത് നമുക്ക് കിട്ടാൻ റയറാണ്. എന്തായാലും കയ്യിലിരിക്കട്ടെ. നമുക്ക് ആർമർക്കും ഒക്കെ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എനർജസിൽ വെക്കാം. അപ്പോൾ പോവില്ല. ഇനി നമുക്ക് ഈ താഴെ ഭാഗത്തുള്ളവരും കൂടി തീർക്കാനുള്ളൂ. ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ തീർത്ത് ഇവന്മാരെയും കൂടി ഒന്ന് പെട്ടെന്ന് തീർക്കട്ടെ. അതങ്ങനെ നമുക്ക് 10 ഷൾക്കർ ഷെല്ല് കിട്ടി. തൽക്കാലത്തിന് ഇപ്പോൾ മതി. നമുക്ക് 5 ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ ഭാഗത്തായിട്ടൊരു പോർട്ടലുണ്ട്. ഇതിലേക്ക് നമുക്ക് കയറണം. നമുക്ക് കിട്ടി. ഇനി നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിതിൽ ഇവിടെ ഒരു എഗ്ഗ് ഉണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലും ഇനി വീട്ടിലേക്ക് കൊണ്ടുപോവാം. നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ ഇത് ഇവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ബ്ലോക്ക് വെച്ചിട്ട് ആ ടോർച്ച് ഒന്ന് എടുക്കണം. ഇനി ഇതിമന്ന് തൊട്ടെടുത്താൽ മതി. അപ്പോൾ ഇത് എവിടെയെങ്കിലും പോയിരിക്കും. ഈ ഭാഗത്ത് ഇരുന്ന് ഇനി ഇതിൻ്റെ അടിയിലൊരു ടോർച്ച് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ടോർച്ച് വെച്ച് കൊടുക്കുക. ഇനി ഈ ബ്ലോക്ക് പൊട്ടിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഡ്രാഗൻ്റെ എഗ്ഗ് നമുക്ക് കൈക്ക് കിട്ടി. ഇനി നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം. നമ്മൾ ബെഡിൻ്റെ അടുത്താണ് സ്പോൺ ആയത്. ഇനി ഈ ബെഡ് പൊട്ടിച്ചിട്ട് ഒന്നും കൂടി കയറിയാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ വേൾഡ് ഓപ്പണായി ആ ഭാഗത്ത് പോയി കണ്ടാവും ഇനി സ്പോൺ ആവുക. ഇനി ഒന്നും കൂടി ആ പോർട്ടലിൽ പോയി കണ്ട് ഇറങ്ങണം. ഇപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ സ്പോണായി ആ ഭാഗത്താണ് സ്പോൺ ആയത്. ഇനി നമ്മളെ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് ആ ഭാഗത്തേക്ക് ഒന്ന് പോയാൽ മതി. ഇനി നേരെ പോയാൽ മതി. ഈ ഏരിയക്കകത്താണ് നമ്മളെ വീടുള്ളത്. ഇനി ഏകദേശം ഒരു 1000 ബ്ലോക്ക് പോയാൽ മതി. അങ്ങനെ നമ്മൾ എത്തി. നമ്മളെ ബേസിൻ്റെ അടുത്തുള്ള വില്ലേജാണ് ഈ കാണുന്നത്. നമ്മളെ ബേസ് എത്തി. നമ്മളെ പുതിയ അയൺ ഫാം ഇതാ ഈ ഭാഗത്ത്. ഇനി പെട്ടെന്ന് ആണെങ്കിൽ ഏത് സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റും. എലൈറ്റർ കിട്ടിയോണ്ട്. പക്ഷേ നമുക്ക് റോക്കറ്റ് കുറവാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ക്രീപ്പർ ഫാം ഉണ്ടാക്കണം. അപ്പോൾ ഇനി നമുക്കിങ്ങനെ സുഖമായിട്ട് ഇനി പറന്ന് നടക്കാം. ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇനി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഡ്രാഗൺ എഗ്ഗ് നമ്മളെ വാല്യുബിൾ പെട്ടിയിൽ വെക്കാം. ഇതിലിരിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ബിൽഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. ഇത് വെച്ചിട്ട് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.